അസ്സലാമലൈക്കും. ഞങ്ങളതേ തിരിച്ച് മസ്കലിലോട്ട് പോവാട്ടാ. അപ്പോൾ എയർപോർട്ട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇത് തുടങ്ങാൻ വിചാരിച്ച്. അപ്പോൾ അതെ ഞങ്ങൾ കോഴിക്കോട് നിന്നായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറയുക, പറയാണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 months ഒരു വീഡിയോസൊന്നും ചാനലിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിരുന്നു യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് അടിപൊളി മെമ്മറീസ്, പിന്നെ കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ നാട്ടുപോക്കിൽ കുറേ കാര്യങ്ങൾ നടന്നു. അൽഹംദുലില്ലാ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഒക്കെയാണ് പക്ഷെ വന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെയായിരുന്നില്ല കിച്ചൺ വന്ന് കിടന്നിരുന്നു, പക്ഷേ ഫുൾ ക്ലീനിങ്ങും എല്ലാത്തിനും വേണ്ടി എടുത്തപ്പം എല്ലാം കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊരു 5 months ആയിട്ട് ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ക്ലീനിങ്ങും എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് എന്താ ക്ലീനിങ്ങും എല്ലാം ഒന്ന് ഒതുങ്ങി വരാൻ കുറച്ച് ദിവസം പിടിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസായിട്ട് എടുത്തത് ഇതിൽ ആഡ് ചെയ്യണേ. അല്ലാണ്ട് ഇതൊരു ഈ കാണുന്ന ഈ 4 minute കൊണ്ട് ഇതുപോലെയൊന്നും അല്ല. ഇതിൻ്റെ പിന്നെ അമ്പുറത്ത് കുറേ ദിവസങ്ങളിലായിട്ട് എടുത്ത് വെച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങനെ തുണി ബെഡ്ഷീറ്റൊക്കെ മുറിച്ച് എടുക്കണ തുണികൾ ഞാൻ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ പില്ലോ കവറും ഒക്കെ ഫസ്റ്റ് ടൈം അടിച്ചു നോക്കണേ. പില്ലോ കവർ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കുറവുകളും അതിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വന്ന് അപ്പോൾ എടുത്തൊന്നല്ലേ വന്നതൊന്ന് സെറ്റാക്കി കിട്ടാൻ തന്നെ ഒരു സത്യം പറഞ്ഞാൽ തന്നെ 2 weeks പിടിച്ച്. പിന്നെ ഇത് ഞാൻ എല്ലാതും ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ മക്കളുടെ ടോയ്സും വണ്ടികളൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഇങ്ങനെയല്ല ഇരിക്കല്, ഇത് ഇവർ ഉറങ്ങിയ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇത് ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഹോം ടൂർ എന്നൊന്നും ഇതിന് പറയണ്ട. ഞാൻ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ മുന്നേ ഉള്ളതാണ്. ഞാൻ ഇതൊക്കെ റാക്കിൽ ഇതിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എല്ലാം പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഞാനെല്ലാം പൊടിയൊന്നും പിടിക്കേണ്ടതൊക്കെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഞാൻ വല്ലാതെ പണിയിട്ട്, പക്ഷെ നല്ല പൊടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡസ്റ്റ് അലർജിൻ്റെ ഞങ്ങൾ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീനിങ് വേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് റൂമും എല്ലാം ഒന്ന് സെറ്റാക്കി കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇത് നമുക്ക് ഗസ്റ്റ് റൂമായിട്ട് നമ്മൾ വെക്കുന്നതാണ് ഈ റൂം സൈഡിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് ഇതിനെ കിടക്കാനും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ പിറ്റേ ദിവസം എൻ്റെ അനിയൻ വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് റൂമൊക്കെ ഞാൻ ഒരുക്കിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ ജസ്റ്റ് എല്ലായിടും ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഇനി അധികം ഡിലേ ആക്കാതെ വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാട്ടോ. പിന്നെ നാട്ടിൽ പോയതിന് ശേഷം 1-2 വീഡിയോസ് തന്നെ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചിങ്ങനെ ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അനിയത്തിക്കുട്ടീൻ്റെയും അനിയൻ്റെയും കല്യാണമായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നല്ലൊരു വീഡിയോ ഇടാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇത് എന്താ പറയുക, എല്ലാം കൂടെ ഞാനിപ്പോൾ എങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് ജസ്റ്റ് ഒരു വീഡിയോൻ്റെ കുറച്ച് ഇട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് മ്യൂസിക്കൊന്നും ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഈ വീഡിയോസ് ഇട്ട്. ഇൻഷാ അല്ലാഹ് ഫുൾ വീഡിയോസായിട്ട് കാണാം.